കർത്താവ് തന്റെ മനസ്സ് കാണുന്നുണ്ട് കറിയാച്ച. പക്ഷെ ഇനി ഈ പിടിവാശി തുടരരുത്. തുടർന്നാൽ താൻ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോകും. തൂമ്പുങ്കലെ പെണ്ണിനെ ബേബിച്ചൻ ഇഷ്ടപ്പെട്ട് കെട്ടിയപ്പോ താൻ എടുത്ത നിലപാട് ഇവിടെ ആവർത്തിച്ച തനിക്കും അന്നാമ്മയ്ക്കും ഒരു മോനെ കൂടിയാവും നഷ്ടപ്പെടുക. കാരണം തന്റെ രക്തം അവരുടേത്. വാശിക്ക് ഒട്ടും പിന്നോട്ടല്ല. എന്തൊക്കെ പറഞ്ഞാലും അവളെ കല്ലൂക്കാരന്റെ സന്ധിയല്ലേ അച്ചു? തൂത്താമായെന്ന് ബന്ധമാണോ? ആനി നല്ല കുട്ടിയാ കറിയാച്ച. അവള് ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യക്കേടുണ്ടാകത്തില്ല. താൻ സമാധാനമായിട്ടൊന്ന് ആലോചിക്കുക. ബേബിച്ചൻ ത്രേസിയുടെ കൈയും പിടിച്ചിറങ്ങിപ്പോയിട്ട് ഈ വരുന്ന ചെറിയ പെരുന്നാളിന് 8 കൊല്ലം തികയ. ഓർമ്മയുണ്ടോ തനിക്ക്? സണ്ണിച്ചന്റെ കല്യാണത്തിന് അവനെയും വിളി. അവനൂടെ തിരിച്ചു വന്ന കാഞ്ഞിരപ്പള്ളി തറവാടിന്റെ ബലമെന്ന് വേറെയാ. എവിടെയും തോക്കാത്ത കറിയാച്ചനെ എന്നും തോപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മക്കള് തന്നെ അണച്ചു. ഞാൻ തോറ്റു കൊടുത്തേക്കാം. ഒന്നും കഴിക്കാതെ വന്നത് എന്നാ കിടപ്പാ. വന്നാട്ടെ, എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. നേരം കൊറേ ആയി. മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മനക്കോട്ട കെട്ടതെന്ന് പറയുന്നത് എത്ര നേരാ? നമ്മുടെ മക്കളല്ലേ, അവന്മാരുടെ ആഗ്രഹം നടത്തി കൊടുക്കുമ്പോ ഇത്തിരിയൂടെ വലിയവനകത്തല്ലേ ഉള്ളൂ. നമ്മുടെ മക്കള് നന്നായി ജീവിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ കാണുന്നതൊക്കെ ഉണ്ടാക്കി കൂട്ടിയിരിക്കുന്നേ. ഞാൻ തോറ്റു കൊടുത്തേക്കാം. അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് തന്നെ നടക്കട്ടെ. ഇനി ഒരുത്തിനെ കൂടി ഇറക്കി വിട്ടത് നീ എന്റെ മേ പഴിച്ചാരില്ലല്ലോ. ഇനി ഇപ്പൊ തീയതി നിശ്ചയിക്കുക, അത്രേ ഉള്ളു കാര്യങ്ങള്. എന്റെ മോള് രേഖയുടെയും സണ്ണിയുടെയും കെട്ട് ഒരൊറ്റ ദിവസം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. നൊയമ്പ് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. സ്വന്തം മോളുടെ കല്യാണം ഉറപ്പിക്കലിന് തന്തയെ വിളിക്കാഞ്ഞത് കാഞ്ഞിരപ്പള്ളിക്കാരുടെ ബുദ്ധിയായിരിക്കും അല്ലേ ദീനാമേ? ഏതായാലും തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനിങ്ങെത്തിയത് നന്നായി. ആനി എന്റെ മോളല്ലാന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കോടതിയാ. അന്നതായിരുന്നു അതിന്റെ നേര്. പക്ഷെ ഇപ്പോ എനിക്കിത് സമ്മതിച്ചേ പറ്റൂ. ഇവൾ എന്റെ മോള് തന്നെയാ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തള്ള പറയട്ടെ. ഞാൻ ആനിക്ക് വേണ്ടി ഒരു നല്ല പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. കുവൈറ്റ് എയർവേസിൽ അവന് ജോലി. എന്തൊക്കെയായാലും സ്വന്തം മകളെ ഒരു തെമ്മാടിക്ക് കൊടുക്കാൻ ഏതെങ്കിലും അപ്പം തയ്യാറാവുമോ? പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം ദീനാമയോട് പറയാൻ പറ്റിയില്ല. എല്ലാം പെട്ടെന്നായിരുന്നേ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ ചങ്ങിനിട്ട് കുത്താൻ നിങ്ങൾ കണ്ടുപിടിച്ച ആയുധം കൊള്ളാം. പക്ഷേ കറിയാച്ചൻ വീഴത്തില്ല. നീ അത് ഓർത്തോ? പാടി. ആ മോള് കരയണ്ടാടി. ഇനി മുതൽ നീ കല്ലൂക്കാരൻ കുടുംബത്തിലേതാ. ഒരു നല്ല തറവാട്ടിലേക്ക് തന്നെ നിന്നെ ഞാൻ കെട്ടിച്ചയക്കൂ. നീ എന്നെ സംശയിക്കേണ്ട ദീനാമേ. കുട്ടപ്പായിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ, സ്നേഹമെങ്കിൽ സ്നേഹം. അതെല്ലാം മറിച്ചായ അത് നിനക്കറിയാമല്ലോ. കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ അഭിമാനം ആ കല്ലൂക്കാരൻ പട്ടിയുടെ മുമ്പിലിട്ട് ചവിട്ടി തയ്ച്ചപ്പോ നിനക്കൊക്കെ തൃപ്തിയായില്ലേ? നീ കെട്ടിയില്ലെങ്കിൽ അവള് ചാവൂന്നല്ലേ പറഞ്ഞത്? ചെല്ലടാ, അവള് ചാവുന്നതിന് മുമ്പ് നീ കെട്ടിക്കൊണ്ട് വാ. നിന്നെക്കാൾ കൊള്ളാവുന്നൊരുത്തിന് കെട്ടിച്ചു കൊടുക്കുമെന്ന് അവരുടെ പുതിയ തന്ത പറഞ്ഞപ്പോ അവർക്ക് സ്വർഗലോകം കിട്ടിയ പോലെ ആയില്ലേ? ഛേ, ഇതിപ്പോ ഒരു നാണക്കേട് എന്തുണ്ടാവാൻ? ആനപ്പെണ്ണില്ലേ? ഓ സോറി, നീ ഇപ്പൊ കല്ലൂക്കാരൻ ഫാമിലിയിലെ ആനപ്പെണ്ണാണല്ലോ അല്ലേ? നിനക്കൊരു പുത്തൻ തന്ത ഉണ്ടായപ്പം ഞാൻ വേറെ ഉണ്ടാക്കാനായപ്പോ ഇല്ലടി. ഓ രാജ്ഞി പള്ളിയുറക്കം കഴിഞ്ഞ് എഴുന്നള്ളിയല്ലോ. പേടിപ്പിക്കുന്നോടി. ഒറ്റ ചവിട്ടുന്നതിന്റെ കഥ ഞാൻ 16 ദിവസമാക്കി. നീ എന്റെ അപ്പനെ ഇവിടെ നാട്ടിലിറങ്ങില്ല. ഈ വീടും കത്തിച്ച് 2 എണ്ണത്തിൽ ചുട്ടാലും ഒരു പട്ടി എന്നോട് ചോദിക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനാ വൈകിക്കണേ?
സണ്ണിച്ചാന് മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. എന്താ സംശയമുണ്ടോ? കുട്ടപ്പായിച്ചത് ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ പിന്നെ കോടതി നാട്ടുകാരും തള്ളിക്കളഞ്ഞ ഈ കേസ് ഇച്ചാനായിട്ട് വീണ്ടും കുത്തിപ്പൊക്കോ? അത് ഇച്ചായന്റെ 18ാമത്തെ അടവല്ലേടാ. സണ്ണി അവളെ കെട്ടിയാ പിന്നെ അവകാശവും പറഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ? അത് ഒഴിവാക്കാനായിരിക്കും അച്ചായനെ കളി കളിച്ചത്. അവള് മോള് തന്നെയാണെന്ന് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് അവരെങ്ങനെ അപ്പീലിന് പോയാൽ കേസിന് ബലം കൂടുകയുള്ളൂ. നീ പറഞ്ഞത് ശരിയാ. പക്ഷേ കോടതിയെക്കാളും കുട്ടപ്പായച്ചൻ എനിക്കിപ്പോ പേടി. ഇനി മനസ്സ് മാറി അവളെ അങ്ങ് മകളായിട്ട് അംഗീകരിച്ചാലേ സംഗതി പ്രശ്നമാവും. നീ എന്താ ഉദ്ദേശിച്ചേ? നിന്റെ തലയിലെന്താ ചകിരിച്ചോറ? ഡാ, കുട്ടപ്പായച്ചന് പഴയ കുറ്റിയോടും മോളോടും സ്നേഹം തോന്നി തുടങ്ങിയാ പിന്നെ അങ്ങോട്ട് പണ്ടവും പണവും ഒഴുകാൻ ഒരു കോടതി വിധിയുടെ ആവശ്യമില്ല. സ്വത്ത് ഭാഗം വെക്കാത്തോണ്ട് കുട്ടപ്പായച്ചൻ കൊടുക്കുന്ന 1 രൂപയിൽ 75 പൈസ നമ്മുടെയാ. അത് നമ്മൾ ഓർക്കണം. അതിനെന്നാ ചെയ്യണമെന്നാ ഇച്ചായൻ പറയുന്നേ? അവളെ അങ്ങ് തട്ടണം. അവളെ കൊന്ന കുറ്റത്തിന് കാഞ്ഞിരപ്പള്ളി സണ്ണി അകത്താകുകയും ചെയ്യും. ഇറങ്ങടി. മുതലാളി, മുതലാളി, എന്റെ മോളെവിടെ? മോളോ? നിങ്ങളുടെ മോൾ ഇവിടെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ജീപ്പെ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടവരുണ്ടല്ലോ. ഞങ്ങളുടെ ജീപ്പിലോ? എന്തിനാ എന്റെ മോളെ ഉപദ്രവിക്കുന്നത്? അവളെവിടെയാ? തള്ള ഇവിടെ കാണാൻ തൊള്ള തുറക്കല്ലേ? നിങ്ങളുടെ മോളെ ഇവിടെ ആരും കൊണ്ടുവന്നിട്ടില്ല. നീ എന്നതാടി പെണ്ണെ വന്ന് പറയുന്നത്? നിന്റെ മോളെ ഇവിടെ ആരും കട്ടുകൊണ്ട് വന്നിട്ടില്ല. അവളെ അവിടെ പുതിയ തന്തയുടെ വീട്ടിൽ കാണും. നീ അങ്ങോട്ടല്ലേ? അയ്യോ, ഞാനിനി എവിടെ ചെന്ന് അന്വേഷിക്കാം? ഇതിലെന്തോ ഒരു ചതി ഉണ്ടല്ലോ അമ്മച്ചി. ഇതും ആ കുട്ടപ്പായുടെ തന്നെ ഒരു നമ്പർ ആവാനാണ് സാധ്യത. നീ ഈ ചതി നമ്പർ ഒന്നും അന്വേഷിക്കണ്ട. മര്യാദക്ക് കേറിപ്പോ. പോകാൻ. റാസ്കൽ, ഒരു പീറ പെണ്ണിനെ പിടിച്ചോണ്ട് വരാൻ പറ്റാത്ത പോടാ. ഇച്ചായ എനിക്കൊരു ഡൗട്ട്. ഇത് കുട്ടപ്പായിച്ചന്റെ ഒരു ഇടക്കമണിയാണെങ്കിലോ? ഇച്ചായനെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തായാലും അവള് പുള്ളിക്കാരന്റെ മോള് തന്നെയാണേ. ശകലവേലും സ്നേഹം കാണാതിരിക്കത്തില്ല. അപ്പൊ കാഞ്ഞിരപ്പള്ളിക്കാര് വല്ല വേല ഒപ്പിക്കുമെന്ന് തോന്നിയിട്ട് ഇച്ചായൻ തന്നെ അവളെ മാറ്റിയതാണെങ്കിലോ? ഹലോ, പോലീസ് സ്റ്റേഷനിലെ? അതെ, പോലീസ് സ്റ്റേഷൻ. ഇത് ഞാനാണ് സാർ. ആ, ഞാനെന്ന് പറഞ്ഞ ആരാണ് മിസ്റ്റർ? നിങ്ങൾക്ക് പേരൊന്നുമില്ലേ? സാറിന് ഒരു പ്രധാനപ്പെട്ട വാർത്ത തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ എന്താണ് മീൻ ചെയ്യുന്നത്? പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ. സാർ, രാജഗിരിക്കടുത്തുള്ള കുന്നത്തുമല ചെക്ക് പോസ്റ്റിൽ ഇന്ന് രാത്രി 12 മണിക്ക് കഞ്ചാവ് നിറച്ച ഒരു ലോറി എത്തും. അവിടെ കൈക്കൂലി കൊടുത്ത് ആ ലോറി കേരളത്തിലേക്ക് കിടക്കും. ലോറി നമ്പർ KLE 7761. ഉടമ ആരാണെന്ന് അറിയണ്ടേ? കല്ലൂക്കാരൻ കുട്ടപ്പായി. എന്തോ? എടി നീ ഇങ്ങോട്ടൊന്ന് വേഗം വന്നേ. എടി നോക്കിക്കേ, നമ്മളെ റോഹിച്ചന്റെ പണസഹിതമാ പത്രത്തിലെ വാർത്ത വന്നിരിക്കുന്നേ. ആ, രാജഗിരിയിൽ കോടികളുടെ കഞ്ചാവ് വേട്ട. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത്.
കോലഞ്ചേരിയിലെ പ്രമുഖ ബിസിനസ്സുകാരനായ കല്ലൂക്കാരൻ കുട്ടപ്പായുടേതാണ്. ഈശോയെ, ഇനി അടുത്ത കൊല്ലാപ്പായോ? നീ ഒന്ന് ചുമ്മാ ഇരിടേ. കറിയാച്ചന്റെ മോനാവൻ. പണ്ടവനോട് ജോലി രാജിവെക്കാൻ പറഞ്ഞതാ ഈ പാർട്ടി. ഇപ്പൊ കണ്ടു അവന്റെ തൊപ്പിയുടെ വില. റോയി കുഞ്ഞിന് ഈ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആരാ നീയാ? ഏയ്, ഒന്ന് പറഞ്ഞു തുലക്കടാ. ആ കല്ലൂക്കാരന്റെ ഡ്രൈവർ ഇല്ലേ, ഓന്തുമത്തായി, അവനാ. സത്യം, സത്യമാ മുതലാളി. ആഹാ. ആ, നീ ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് ഇവിടുത്തെ രഹസ്യങ്ങൾ അങ്ങോട്ട് ചോർത്തുന്നുണ്ടോ? അയ്യേ, അതിനെന്നെ കിട്ടൂല. ഞാൻ അന്തസ്സുള്ള ഫാമിലി ജനിച്ചവനാ. പള്ളിപ്പറമ്പുകാരെന്ന് കേട്ടിട്ടുണ്ടാ? ഇതുപോലെ അന്തസ്സൊറ്റൊരു ഫാമിലി ഈ വേൾഡിലില്ല. അത് ഈ പത്രത്തിലുണ്ട്. ഉണ്ടോ? ആ ഓന്താൻ എന്തിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നേ? അതൊരു ചരിത്രമാണ് മുതലാളി. നീ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ. മുതലാളി, അവൻ സ്നേഹിച്ച് ലാളിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഛേ, കളഞ്ഞു. ഒരു കഥയുടെ കണ്ടിന്യൂറ്റി കളഞ്ഞു. നശിച്ച ഫാൻ. ആ കറിയാച്ചനാ. എടാ കറിയാച്ച, തന്റെ പോലീസ് മോൻ എനിക്കിട്ടുണ്ടാക്കിയ നഷ്ടം എത്രയാണെന്ന് അറിയിക്കാനാ വിളിച്ചേ. എടാ, കാഞ്ഞിരപ്പള്ളിക്കാർ ശൗര്യം കാണിക്കുന്നേ. എനിക്ക് നഷ്ടപ്പെട്ട ലക്ഷങ്ങൾക്ക് പകരം നിന്റെ കണ്ണീര് കൊണ്ട് ഞാൻ പകരം ചോദിക്കും. ഈ പറയുന്ന കല്ലുക്കാരൻ കുട്ടപ്പായ. ഒരുത്തനെ പിടിച്ചകത്താക്കാൻ പോലീസിന് എന്നേലും കാരണം വേണോടൂ. അവളുമായിട്ടുള്ള കല്യാണം മുടങ്ങിയതിന് അവിടെ വീട്ടിൽ ചെന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കിയത് കണ്ടവരുണ്ട്. പിന്നെ അവന്മാരുടെ കടയുടെ പേരുള്ള ജീപ്പും. ഇതിൽ കൂടുതൽ എന്നാ തെളിവാണ് എനിക്ക് വേണ്ടേ? എടോ കുട്ടപ്പായി, തനിക്ക് സ്വന്തം ചോരോട് സ്നേഹം തോന്നി തുടങ്ങിയോ? അതോ എന്തായാലും കുട്ടൻസ്? താൻ പറഞ്ഞത് നേരാ. ചോരക്കൊതി തന്നെയാ. കാഞ്ഞിരപ്പള്ളിക്കാരുടെ ചോരയോടുള്ള കൊതി. അവളും തള്ളയും ഏത് നരകത്തിൽ പോയാലും കുട്ടപ്പായിക്ക് ഒരു ചുക്കുമില്ല. പക്ഷെ ആ തെമ്മാടികളുടെ ചോര എനിക്ക് കാണണം. പക്ഷേ അതൊക്കെ ഇച്ചിരി ചിക്കിളി വീശേണ്ടി വരും. ആനവായിൽ അമ്പഴങ്ങാന്ന് പറഞ്ഞ പോലെ ആണല്ലോ തന്റെ കാര്യം. ആ, നാളെ ആരെങ്കിലും ഹോട്ടലിലേക്ക് വിട്ടേരെ. പക്ഷേ ഒരു കാര്യം, ജാമ്യമില്ലാ വകുപ്പിൽ തന്നെ വേണം അവന്മാരെ പിടിച്ചകത്താക്കാൻ. റബ്ബർ കച്ചവടവും ബ്ലേഡും ഒക്കെ പോരാഞ്ഞിപ്പോ പെണ്ണുമോഷവും തുടങ്ങിയടാ. മനസ്സിലായില്ല? അയ്യോ പാവം, സാറിനൊന്നും അറിയില്ല. ആ ചുങ്കത്താനത്തെ ദീനാമ്മയുടെ മോളെ തട്ടിക്കൊണ്ടുപോയത് നീയും നിന്റെ അനിയനും കൂടെ അല്ലടാ. സാറേ, ഞാനൊന്നും ഞൊടിച്ചാൽ അവൾ എന്റെ കൂടെ ഇറങ്ങിപ്പോരും. പിന്നെ എന്തിനാ തട്ടിക്കൊണ്ട് പോകുന്നേ? പ്രസംഗമൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട്. ഇപ്പൊ നീ വണ്ടി കയറ്. തമരാ, ഓ ഞാൻ സാറിന്റെ കൂടെ പോയിട്ട് വരാം. ജോണി വരുമ്പോ സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? SI റോയി സെക്രട്ടറി ഉണ്ടോ? അവന്റെ ഫാദറാ. എവിടെ പോയി? എന്നതാ റോയിച്ചിനെങ്ങോട്ട് പോയി? അവൻ ആ കഞ്ചാവ് കേസിന്റെ ഏതാണ്ട് ആവശ്യത്തിന് രാജഗിരി സ്റ്റേഷൻ വരെ പോയിരിക്കുക. വരാൻ വളരെ വൈകും. ഓ, എന്റെ കറിയാച്ച, ഇതൊരു സീരിയസ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. IPC 366. അതെന്നാ ഒഫൻസാ? താനൊന്ന് തെളിച്ചു പറ. ഒരു പെൺകുട്ടിയെ അന്യായമായി തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചാൽ 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസായത്. എന്റെ മക്കൾ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പക്ഷെ പെറ്റീഷൻ അവരുടെ പേരിലാണല്ലോ. എന്റെ കർത്താവേ, അത്യാവശ്യത്തിനും തിരക്കിയ ആ ചെന്നൈക്കാരനെ ഒട്ട് കാണത്തുമില്ല. അയാളുടെ ഒടുക്കലത്തെ ഒരു ടൂറ്. മന്ത്രി പറഞ്ഞാലൊന്നും കോടതി കാര്യത്തിൽ രക്ഷയില്ല. കോടതിക്ക് അതിന്റേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ട്.
ഒറ്റയ്ക്ക് ഇത് എങ്ങോട്ടുള്ള മാധവി. പോക്കാ? വേണ്ട പോവല്ലേ, ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നതൊന്ന് കേക്ക്. തടയരുത് തന്നെ. എന്റെ മോനെ കൊന്നവന്റെ തല ഞാനറിയും. അപ്പച്ചൻ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് അവരെല്ലാം കൂടി കൊല്ലും. ബേബിച്ചേനെ വിളിക്കാൻ പറ്റി.